والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ച സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമുക്കെല്ലാം മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി മാറ്റട്ടെ. നമ്മൾ ഇന്നലെ തുടങ്ങിയ ഒരു വിഷയം മരണശേഷമുള്ള അനന്തര സ്വത്തിൻ്റെ വിതരണത്തെ സംബന്ധിച്ചത്. തെരിക്കത്ത് എന്നാണ് അതിന് അറബിയിൽ പറയുക എന്ന് നമ്മൾ പറഞ്ഞു. ഈ തെരിക്കത്തുമായി ബന്ധപ്പെട്ട് 4 തരം ബാധ്യതകളാണുള്ളത്. അതിൽ ആദ്യത്തെ 2-3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യമായി മയ്യത്തിൻ്റെ അനന്തര സ്വത്തിൽ നിന്നും മയ്യത്തിൻ്റെ കടബാധ്യതകൾ വീട്ടുക, അള്ളാഹുമായി ബന്ധപ്പെട്ട മനുഷ്യരുമായി ബന്ധപ്പെട്ട കടങ്ങൾ വീട്ടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് തജ്ഹീസാണ്, മയ്യിത്ത് സംസ്കരണം. രണ്ടാമത്തത് കടം വീട്ടുക എന്നുള്ളത്. മൂന്നാമത്തതാണ് വസിയത്ത് എന്നുള്ളത്. മയ്യിത്തിൻ്റെ സംസ്കരണ ചെലവുകൾ കഴിച്ച് കടബാധ്യതയും വീട്ടിക്കഴിഞ്ഞാൽ മൂന്നാമതായി ചെയ്യേണ്ടത് വസിയത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. വസിയത്ത് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ്. കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ, ഇൻ തറക ഖൈറ, മരണാസന്നമായ വ്യക്തി എന്തെങ്കിലും സമ്പത്ത് ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സമ്പത്തുള്ള ആളാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ, അവനൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖറബീൻ, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയും അടുത്ത കുടുംബക്കാർക്ക് വേണ്ടിയും വസിയത്ത് ചെയ്യണം. അത് ബിൽ മഅറൂഫ്, നല്ല നിലക്കുള്ള ഒരു വസിയത്ത് അവർക്ക് വേണ്ടി ചെയ്യണം. ഇത് ഹഖൻ അലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇതൊരു ബാധ്യതയാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വസിയത്ത് എന്നുള്ളത് ഇവിടെ പറഞ്ഞത് മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടിയുള്ള വസിയത്താണ്. പക്ഷേ അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ ഖുർആനിൽ അവതരിക്കുന്നതിന് മുമ്പാണ് ഈ ആയത്തിൽ വസിയത്ത് നിർബന്ധമാക്കിയത്. അനന്തര സ്വത്ത് എങ്ങനെ വിതരണം ചെയ്യണമെന്ന കൃത്യമായ നിയമം സൂറത്തുൻ നിസായിൽ അവതരിച്ചതോടുകൂടി ഈ ആയത്തിന്റെ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു. അഥവാ മാതാപിതാക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യേണ്ടതില്ല. കാരണം വസിയത്ത് ചെയ്തില്ലെങ്കിലും അവർക്ക് അവകാശമുണ്ട്. അടുത്ത കുടുംബക്കാരായ മക്കൾ, ഭാര്യ, ഇവർക്ക് വേണ്ടി മരണാസന്നനായ വ്യക്തി വസിയത്ത് ചെയ്യേണ്ടതില്ല. കാരണം വസിയത്ത് ചെയ്യാതെ തന്നെ അവർക്ക് അവകാശമുണ്ട്. അപ്പൊ അവകാശം നിശ്ചയിക്കുന്നതിന് മുമ്പാണ് നിർബന്ധമായി വസിയത്ത് ചെയ്യണമെന്ന ഈ നിയമം പരിശുദ്ധ ഖുർആനിൽ അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വസിയത്ത ലി വാരിസ്, അനന്തരാവകാശം കിട്ടുന്ന ഒരാൾക്ക് വസിയത്ത് ചെയ്യാൻ വേണ്ടില്ല. അയാൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യേണ്ടതില്ല. കാരണം അവകാശം കിട്ടും, പിന്നെ എന്തിനാണ് വസിയത്ത് ചെയ്യേണ്ടതില്ല. ഇനി അനന്തരാവകാശം കിട്ടുന്ന ഒരാൾക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു, ആ വസിയത്തിന്റെ 1/3 നടപ്പിലാക്കേണ്ടതുള്ളൂ. 1 കോടി രൂപ കൈവശമുള്ള ഒരാൾ മരണാസന്നമായ സമയത്ത് മക്കളിൽ ഒരാൾക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ, അത് എത്ര വസിയത്ത് ചെയ്താലും 1 കോടിയുടെ 1/3 ആ വസിയത്ത് നടപ്പിലാക്കേണ്ടതുള്ളൂ. എന്ത് പറഞ്ഞാലും, പള്ളിക്ക് 1 കോടി കൊടുത്തു എന്ന് പറഞ്ഞാലും 1 കോടിയുടെ 1/3 കൊടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള അവകാശികൾക്കാണ്. വസിയത്ത് നടപ്പിലാക്കുന്നത് സ്വത്തിന്റെ 1/3 മാത്രമാണ്. അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്യേണ്ടതില്ല. ചെയ്താൽ തന്നെ നടപ്പിലാകണമെങ്കിൽ എല്ലാവരുടെയും അനുമതി ഉണ്ടാകുകയും വേണം. അതും 1/3 മാത്രമേ നടപ്പിലാക്കേണ്ടതുള്ളൂ. അതിൽ കൂടി സ്വത്തിൽ വസിയത്ത് നടപ്പിലാക്കേണ്ടതില്ല. വസിയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിയുന്നവരെല്ലാം വസിയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മരണാസന്നനാകുന്ന മരിക്കുന്നതിന് മുമ്പായിട്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹഖ്ഖു മുർഇൻ മുസ്ലിമിൻ ലഹു ശൈഇ യൂസി ബിഹി, ഒരാളുടെ അടുക്കൽ വസിയത്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സമ്പത്ത് കൈവശമുണ്ടെങ്കിൽ, യബീതു ലൈലത്തൈനി, 2 രാത്രി അവൻ കിടന്നുറങ്ങരുത്, ഇല്ലാ വസിയത്തുഹു മക്തുബത്തുൻ ഇൻദഹു, വസിയത്ത് എഴുതി വെച്ചിട്ടില്ല. സമ്പത്തുള്ള ആളുകളെല്ലാം വസിയത്ത് എഴുതി വെക്കണം.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് കേട്ടതിന് ശേഷം മാ മറത്ത അലിയ ലൈലത്തുൽ മുൻദു സമിഅതുഹു ഇല്ലാ വഇൻദി വസിയ്യത്ത്, ഞാൻ റസൂൽ ഇത് പറയുന്നതായി കേട്ട ശേഷം വസിയത്ത് എഴുതി വെക്കാതെ ഒരു ദിവസം കിടന്നുറങ്ങിയിട്ടില്ല. കാരണം കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ തലയണക്കടിയിൽ എല്ലാ ദിവസവും വസിയത്ത് എഴുതി വെച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി വസിയത്ത് ചെയ്താൽ തന്നെ വസിയത്തിനെ പിൻവലിക്കാൻ അവകാശമുണ്ട്. ഒരാൾ വസിയത്ത് ചെയ്തു, വസിയത്തിൽ നിന്നൊക്കെ പിന്മാറാം. ഞാൻ പിന്മാറി എന്ന് പറഞ്ഞാൽ മതി. വഖഫിനെ കുറിച്ചല്ല പറയുന്നത്, വഖഫല്ല, വസിയത്ത്. ജീവിച്ചിരിക്കുന്ന ഒരാൾ വസിയത്ത് ചെയ്താൽ ആ വസിയത്തിൽ ഞാൻ പിന്മാറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്മാറാൻ അവകാശമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ പിന്മാറാം. മരണശേഷമല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ മരിച്ചല്ലോ. ജീവിതകാലത്തിലേക്ക് വസിയത്തിൽ നിന്ന് പിന്മാറാം. അല്ലെങ്കിൽ ആ വസിയത്ത് ചെയ്ത സമ്പത്തിനെ വിൽപ്പന നടത്താം. വിൽപ്പന നടത്തുന്നതോടുകൂടി അയാൾ അതിൽ നിന്ന് പിന്മാറിയതായിട്ട് കണക്കാക്കപ്പെടും. ഒരു 10 സെന്റ് ഭൂമി ഒരാൾ വസിയത്ത് ചെയ്തിരുന്നു, അയാൾ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ വസിയത്ത് നടപ്പിലാക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ആ 10 സെന്റ് വിറ്റാൽ അതിനർത്ഥം ആ വസിയത്തിൽ നിന്ന് അയാൾ പിന്മാറി എന്നാണ്. അല്ലെങ്കിൽ ആ 10 സെന്റ് വഖഫ് ചെയ്തു, വഖഫ് ചെയ്താൽ അതിനർത്ഥം വസിയത്തിൽ നിന്ന് മാറി വഖഫിലേക്ക് മാറി എന്നാണ് അതിനർത്ഥം. അങ്ങനെ വസിയത്തിൽ നിന്ന് പിന്മാറാൻ അവകാശമാണ്. ഏതായിരുന്നാലും മാതാപിതാക്കൾ സ്വത്ത് വസിയത്ത് ചെയ്യുമ്പോൾ മക്കളെ തോൽപ്പിച്ചുകൊണ്ട് വസിയത്ത് ചെയ്യരുത്. മക്കളുടെ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് എല്ലാം ആർക്കെങ്കിലും ഒക്കെ പള്ളിക്കോ മദ്രസയ്ക്കോ ഒക്കെ എത്തിങ്ങാനയ്ക്കോ ഒക്കെ വസിയത്ത് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ സ്വീകരിക്കരുത്. മാതാപിതാക്കൾക്ക് അവരുടെ സ്വത്തിൽ ന്യായമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ അവകാശമുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാം, വീട് പണിയാം, വാഹനം വാങ്ങാം, വസ്ത്രം, ഇതെല്ലാം ചെയ്യാം. അവരുടെ പരിധിക്കനുസരിച്ച് ചെയ്യാം. അത് കഴിഞ്ഞുള്ളത് മക്കൾക്ക് വേണ്ടി, അനന്തരാവകാശികൾക്ക് വേണ്ടി ബാക്കിയാക്കണം. അവരുടെ പരിധിക്കനുസരിച്ച് പറഞ്ഞാൽ ആ സമ്പത്തുള്ള ആളുടെ പരിധിക്കനുസരിച്ചുള്ള വാഹനം വാങ്ങാം, അതിൽ കൂടുതലാകരുത്. അതിനനുസരിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാം. ആഴ്ചയിൽ എത്ര ദിവസം മാംസം കഴിക്കണം വെച്ച് കഴിഞ്ഞാൽ അവന്റെ സമ്പത്തിന്റെ ആസ്തിക്ക് അനുസരിച്ച് അവന് ചെയ്യാം. ദൂർത്താകരുത്. ദൂർത്തടിച്ച് മക്കളുടെ അവകാശം നഷ്ടപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്താണോ ഇഷ്ടം, മറ്റുള്ളവരുടെ സമ്പത്താണോ ഇഷ്ടം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്താണ് ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങളുടേത് വളരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ സമ്പത്ത് വളരുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടേത് വളരണമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. ഒരാൾക്ക് എന്റേത് എന്ന് പറയാൻ പറ്റുന്നത് 3 ഉള്ളൂ. അക്കൽത്ത ഫഅഫനൈത, തിന്ന് നശിച്ചു പോയത്, ഇതേവരെ ഭക്ഷിച്ചതെല്ലാം എന്റേതാണ്. ലബിസ്ത ഫഅബലൈത, ഉടുത്ത് ദ്രവിച്ചു പോയത്, ഇതേവരെ ധരിച്ച വസ്ത്രങ്ങൾ അതെല്ലാം എന്റേതാണ്. തസദ്ദഖത ഫഅംളൈത, ഇതേവരെ സദഖ ചെയ്തത് ഇതും എന്റേതാണ്. ഇതേ എന്റേതെന്ന് പറയാനുള്ളൂ. ഇപ്പൊ ഞാനിവിടെ മരിച്ചു വീണാൽ ഇത് 3ഉം എന്റേതാണ്, അത് ഉറപ്പാണ്. ഇനിയുള്ളത് അത് എന്റേതല്ല, അതെന്റെ അവകാശികളുടേതാണ്. അതുകൊണ്ട് അവനവന്റെ സമ്പത്ത് വളരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സദഖ ചെയ്യുക. അത് നിങ്ങൾ ആഖിറത്തിലേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റാണ്. അപ്പൊ ഏതായിരുന്നാലും മയ്യത്തിന്റെ സംസ്കരണ ചെലവ് കഴിഞ്ഞു, കടങ്ങൾ വീട്ടി കഴിഞ്ഞു, വസിയത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇനിയുള്ള സ്വത്താണ് തരിക്കത്ത് വീതിക്കേണ്ടത്. അവകാശികൾക്ക് ഇനിയുള്ള സ്വത്തിലെ അവകാശമാണ്. ഇത് 3 മാറ്റിയതിന് ശേഷം ഇനി വീതിക്കുമ്പോൾ തന്നെ അവകാശം കിട്ടാത്ത ചില ആളുകളുണ്ട്. അവകാശികളായിരുന്നു, പക്ഷെ അവകാശം ചില കാരണങ്ങളിൽ തടയപ്പെടും. ഒന്നാമത്തെ കാരണമാണ് കത്തിൽ. കൊലപാതകം അനന്തരാവകാശത്തെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. എനിക്ക് അവകാശം കിട്ടേണ്ട ഒരാളെ ഞാൻ കൊന്നാൽ അതോടുകൂടി അയാളിൽ നിന്നുള്ള എൻ്റെ അവകാശം തടയപ്പെടും. എനിക്ക് അവകാശം കിട്ടേണ്ട ഒരാളുടെ കൊലപാതകത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് എനിക്കൊരു ചെറിയ പങ്കുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അവകാശം തടയപ്പെടും. കൊലപാതകം എന്നുള്ളത് അവകാശം തടയപ്പെടുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, മകൻ ജഡ്ജിയാണ്, നീതിമാനായ ജഡ്ജിയാണ് മകന്റെ മുന്നിൽ വാപ്പയുടെ കേസെത്തി. വാപ്പയെ കൊല്ലാൻ വേണ്ടി നീതിമാനായ മകനായ ജഡ്ജി ഉത്തരവിട്ടു. നല്ല ബാധ്യതയാണ്. ഈ മകനായ ജഡ്ജിക്ക് ആ വാപ്പയുടെ സ്വത്തിൽ അവകാശമില്ല. കാരണം വാപ്പയെ കൊല്ലാൻ വിധിച്ച ആളാണ് ഈ മകൻ. വാപ്പയുടെ കൊലപാതകത്തിൽ മകന് പങ്കുണ്ട്. ജഡ്ജി എന്ന നിലയ്ക്ക് വിധിച്ചു എന്ന പങ്കുണ്ട്. അതുകൊണ്ട് എത്ര കോടിയുടെ സ്വത്തുണ്ടെങ്കിലും ഈ ജഡ്ജിയായ മകന് വാപ്പയുടെ സ്വത്തിൽ 1 രൂപയ്ക്ക് അവകാശമില്ല.
കൊലപാതകം, ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ കൊലപാതകത്തിൽ പങ്കാളിയായാൽ അയാളുടെ സ്വത്ത് തടയപ്പെടും. ഇതെന്തിനാ ഇസ്ലാം അങ്ങനെ നിശ്ചയിച്ചതെന്നറിയില്ല. സ്വത്തിന് വേണ്ടി ഒരാളും ഒരാളെ കൊല്ലരുത്. ഇന്ന് നടക്കുന്നൊരു കാര്യമാണല്ലോ, വാപ്പയെ കൊല്ലുക, സ്വത്തിന് വേണ്ടി ഉമ്മയെ കൊല്ലുക. അങ്ങനെ കൊന്നാൽ ഏതെങ്കിലും രീതിയിൽ കൊലപാതകത്തിൽ മക്കൾക്ക് പങ്കിട്ടെങ്കിൽ ആ മക്കളുടെ അവകാശം തടയപ്പെടും. ഉദാഹരണത്തിന് വേറെ ആരാച്ചാരൻ കൊല്ലാൻ വിധിച്ചില്ല, കൊല്ലാൻ വിധിച്ചത് വേറെ ജഡ്ജിയാണ്, പക്ഷെ ആരാച്ചാര മകനാണ്. പാപ്പയെ കൊല്ലന്റെ ആരാച്ചാര മകനാണെങ്കിൽ, ആരാച്ചാരം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് നടപ്പിലാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. പാപ്പയെ കൊല്ലണ്ടി വന്നാലും അയാൾക്ക് കൊല്ലേണ്ടി വരും. പക്ഷെ കൊന്ന മകൻ, ആരാച്ചാരായ മകന് സ്വത്തിൽ അവകാശമില്ല. അയാൾ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കിയതാണ്, പക്ഷെ അവകാശം അതോടുകൂടി തടയപ്പെടും. പാപ്പയുടെ സ്വത്തിന് അവകാശമില്ല. ഇങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക്, ഉദാഹരണത്തിന് ഞാൻ അറിയാതെയാണ്, മകള് രാവിലെ റബ്ബർ ഷീറ്റിന് വേണ്ടി ആസിഡ് കലക്കി വെച്ചിരുന്നു. വാപ്പ അതെടുത്ത് കുടിച്ചു, അറിയാതെ കുടിച്ചു, വെള്ളം വിചാരിച്ചു കുടിച്ചു. ആ മകൾക്ക് വാപ്പയുടെ സ്വത്തിൽ അവകാശമില്ല. വാപ്പയെ കൊന്നതല്ല, മകളുടെ പത്തൊരു അബദ്ധം സംഭവിച്ചാണ്. പക്ഷെ വാപ്പ അതെടുത്ത് കുടിച്ച് വാപ്പ മരിച്ചാൽ ആ വാപ്പയുടെ സ്വത്തിൽ ഈ മകൾക്ക് അവകാശമില്ല. പരലോകത്ത് മകള് കുറ്റക്കാരിയായിരിക്കില്ല. കാരണം റുഫിയാൻ ഉമ്മത്തിയ ഖത്ഉൻ നിസിയാൻ, എന്റെ സമുദായം അറിയാതെ ചെയ്യുന്നത് പടച്ചോൻ മാപ്പാക്കിയിട്ടുണ്ടെന്നാണ്. വാപ്പയെ കൊല്ലാൻ മകൾക്ക് ഉദ്ദേശമില്ല. പക്ഷെ ആഖിറത്തിൽ കുറ്റവാളി അല്ലെങ്കിലും ദുനിയാവിൽ ആ വാപ്പയുടെ സ്വത്തിന് ഒരിക്കലും ആ മകൾക്ക് അവകാശം ഉണ്ടാവില്ല. കാരണം വാപ്പയുടെ കൊലപാതകത്തിൽ ഒരു പങ്കാളിത്തം വന്നു എന്നുള്ളതാണ്. ആത്മഹത്യ പ്രേരണ, വാപ്പയെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മകൻ പ്രേരിപ്പിച്ചു, വാപ്പ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ആ പ്രേരണാ കുറ്റത്തിന്, ആ കൊലപാതകത്തിൽ മകന് പങ്കാളിത്തമുണ്ട്. ഒരു ചെറിയ ഇളവ് ആ വിഷയത്തിൽ ഉള്ളത് ഒരാൾക്ക് മാത്രമാണ്, ആലിമിന് മാത്രം, മുഫ്തിക്ക് മാത്രം. ഇൽമിനോടുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് ഒരു ഇളവ് ഇസ്ലാം നൽകിയിട്ടില്ല. അതായത് ഒരു ആലിമായ മകനോട് വന്ന് ഒരാൾ ഫത്വ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു കുറ്റകൃത്യം പറഞ്ഞു, ഈ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് ആലിമായൊരു മകനോട് ഒരാൾ വന്ന് ഫത്വ ചോദിച്ചു. അപ്പൊ മകൻ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ അയാളെ കൊല്ലണം, അതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞു. അപ്പൊ വന്നയാള് മകൻ ചോദിച്ചു, അത് നിന്റെ വാപ്പയാണെങ്കിലോ, ഈ ചെയ്തത് നിന്റെ വാപ്പയാണ് ഈ കുറ്റം ചെയ്തതെങ്കിലോ കൊല്ലണോ എന്ന് ചോദിച്ചു. അപ്പൊ മകൻ പറഞ്ഞു, എന്റെ വാപ്പയാണെങ്കിൽ കൊല്ലണം, നിയമം അതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാപ്പയെ കൊല്ലപ്പെട്ടു. ആ വാപ്പയെ ഇസ്ലാമിക കോടതിയിൽ കൊന്നു. അപ്പൊ ആ വാപ്പ കൊല്ലപ്പെടാൻ ഈ മകൻ കാരണക്കാരനാണ്. കാരണം ഈ മകൻ ഫത്വ കൊടുത്തിട്ടുണ്ട് കൊല്ലാമെന്ന്. പക്ഷെ ആ മകന് അവകാശം കിട്ടും, ആ മകന് അവകാശം കിട്ടും. കാരണം അത് എൽമിനോടുള്ള, എൽമ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരാൾക്ക് ഒരു നഷ്ടം സംഭവിക്കരുത്. എൽമ മകൻ പറഞ്ഞതിന്റെ പേരിൽ ആ മകന് ദുനിയാവിലുള്ള നഷ്ടം സംഭവിക്കരുത്, അവന് സ്വത്ത് തടയപ്പെടരുത് എന്നതുകൊണ്ട് എൽമിനോടുള്ള ബഹുമാനം നിലനിർത്തി മാത്രം അങ്ങനെ ഒരു ഇളവ് ഉണ്ട്. അപ്പോൾ തന്നെ ഈ മകനിനി ജഡ്ജിയാകാൻ കഴിയില്ല, മുഫ്തിയാകാൻ, ജഡ്ജിയാകാൻ ആ നിയമനം തടയപ്പെടും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ കൊലപാതകത്തിൽ ഒരാൾക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ സ്വത്തിന്റെ അവകാശം പൂർണ്ണമായിട്ടും തടയപ്പെടും. പാപ്പാക്ക് ദയാവധത്തിന് അനുമതി കൊടുത്തു, ഡോക്ടറാണ് ദയാവധം ചെയ്തത്, മകൻ അനുമതി കൊടുത്തു, ഈ മകന് വാപ്പയുടെ സ്വത്തിന്റെ അവകാശമില്ല. കാരണം മകൻ അനുമതി കൊടുത്തിട്ടാണ് കൊല്ലപ്പെട്ടത്. ഇങ്ങനെ രണ്ടാമത്തെ ഒരു കാരണം. ഒന്നാമത്തെ കാരണം കൊലപാതകം, രണ്ടാമത്തെ കാരണമാണ് റിദ്ദത്ത്, ഒരാൾ മതം വിടുക. ഇസ്ലാമിൽ ഒരാൾ പുറത്തു പോയാൽ അതോടുകൂടി അയാളുടെ അവകാശം നിഷേധിക്കപ്പെട്ടു, പിന്നെ അയാൾക്ക് അവകാശമില്ല. ഇപ്പോൾ ഒരാൾക്ക് 2 മക്കളുണ്ട്, ഒരു മുസ്ലിമിന് 2 മുസ്ലിമായ മക്കളുണ്ട്, ഒരു മകൻ ഇടയ്ക്ക് വെച്ച് എക്സ് മുസ്ലിമായി. ആ എക്സ് മുസ്ലിമിന്റെ അവകാശം, അവനിനി വാപ്പയിൽ നിന്നുള്ള സ്വത്തിന് അവകാശമില്ല, മതം വിട്ടു. തിരിച്ചു വാപ്പ മതം വിട്ടാൽ വാപ്പയ്ക്ക് മക്കളുടെ സ്വത്തിനും അവകാശമില്ല. ലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറ വലൽ കാഫിറു അൽ മുസ്ലിമ. മുസ്ലിമിൽ നിന്നും കാഫിറിന് അനന്തര സ്വത്ത് കിട്ടൂല, കാഫിറിൽ നിന്നും മുസ്ലിമിനും അനന്തര സ്വത്ത് കിട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മതം മാറുക എന്നുള്ളത് അനന്തരാവകാശം തടയപ്പെടാൻ ഒരു കാരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിയമപരമായ അവകാശമാണ് തടയപ്പെടുന്നത്. നിയമപരമായി അവകാശമില്ല എന്ന് മാത്രമേ ഉള്ളൂ, കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല. മതം വിട്ടുപോയ മകന് കൊടുക്കാൻ വാപ്പയ്ക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അവകാശമുണ്ട്. നിയമപരമായി അവന് എന്തില്ല, ചോദിച്ചു മേടിക്കാനോ കേസിൽ പോകാനോ ഒന്നും കഴിയില്ല.
കൊടുക്കാം, പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ നിരീശ്വരവാദികളായ മക്കൾക്കും അവകാശം തടയപ്പെടും. ഇത് മതം വിട്ടവരുടെ കഥയാണ് പറഞ്ഞത്. ഇനി മകൻ നിരീശ്വരവാദിയാണ്, മതത്തിൽ തന്നെ വിശ്വാസമില്ല. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഇത് വിളിക്കുന്ന ഒരാൾക്ക് മതമില്ല, ദൈവമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു മകൻ മരിച്ചാൽ ആ മകന് മുസ്ലിമായ ഞങ്ങളിലുള്ളത് മുസ്ലിം രക്തമാണെന്ന് വാദിക്കുന്ന ഒരു പിതാവിന്റെ സമ്പത്തിൽ ആ മകന് അവകാശം ഇല്ല. ആ മകൻ നിരീശ്വരവാദിയാണ്, മുസ്ലിം രക്തമില്ലാത്ത ആളാണ്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടിപ്പോകുന്നുണ്ട്. അതൊക്കെ അവകാശപരമായിട്ടല്ല, അങ്ങനെ കൊടുത്തു പോകുന്നുണ്ട്. അവകാശത്തിന് ചെന്നാൽ അവകാശം ഇല്ല, കിട്ടില്ല. ഇനി പറയാനുള്ളൊരു കാര്യം, പരിശുദ്ധ ഇസ്ലാമിന്റെ അനന്തരസ്വത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനുള്ള രണ്ട് പരാതികളുണ്ട്, രണ്ട് ആക്ഷേപങ്ങൾ. ഒന്ന്, സ്ത്രീകൾക്ക് പകുതി സ്വത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. പെണ്ണിനോട് വിവേചനം കാണിക്കുന്നു, ആണിന്റെ പകുതിയെ പെണ്ണിന് കൊടുക്കുന്നുള്ളൂ ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അനാഥനായ കുട്ടിക്ക്, യതീമായ കുട്ടികളുടെ അവകാശം നിഷേധിക്കുന്നു. വാപ്പ മരിച്ച കുട്ടി, ആ കുട്ടിക്ക് ആ വാപ്പ മരിച്ച മകന്റെ പേരൊക്കെ കുട്ടിക്ക് വല്യപ്പട സ്വത്തിന് അവകാശമില്ല. അവകാശമില്ല എന്ന് തന്നെയാണ്, അവകാശമില്ല. ഈ രണ്ട് ആക്ഷേപങ്ങളും ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തിനെതിരെ പറയാനുണ്ട്. അത് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാണ് ഈ അനന്തരാവകാശം മനുഷ്യർക്ക് കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ അനന്തര സ്വത്തിന് അങ്ങനെ ഒരു അവകാശം ആർക്കും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വത്തിന് അവകാശം ഉണ്ടായിരുന്നത് ആൺമക്കൾക്ക് മാത്രമാണ്. അതും കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ ആരോഗ്യമുള്ള, പക്വതയുള്ള, പ്രായമുള്ള ആണുങ്ങൾക്ക് മാത്രമേ നബിയുടെ കാലം വരെ സ്വത്തിന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മാതാപിതാക്കൾക്കില്ല, പെൺകുട്ടികൾക്കില്ല, ചെറിയ ആൺകുട്ടികൾക്കും സ്വത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്തിന് അവകാശം, മാതാപിതാക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഒക്കെ സ്വത്തവകാശം സൂറത്തുൻ നിസായിലൂടെ വകവച്ചു കൊടുത്തിയ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഗർഭസ്ഥ ശിശുവിന് വരെ അവകാശം കൊടുത്തിയ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഗർഭസ്ഥ ശിശുവിന് അവകാശം എന്ന് പറയുന്ന ഒരു മതമുണ്ടോ? ഭർത്താവ് മരിക്കുമ്പോൾ പെണ്ണ്, ഭാര്യ ഗർഭിണിയാണ്, 3 മക്കളുണ്ട്, ഒരു കുട്ടി ഗർഭത്തിലുണ്ട്. ഈ ഗർഭസ്ഥ ശിശുവിന് സ്വത്തിന്റെ അവകാശമുണ്ട്. ഗർഭസ്ഥ ശിശുവിന് വരെ സ്വത്തിന്റെ അവകാശമുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആ വിഷയത്തിലെ നീതി. ആ വിഷയത്തിൽ ഗർഭകാലാവധി എന്ന് പറയുന്നത് ചുരുങ്ങിയത് 6 മാസമാണ്. കൂടിയാൽ 6 മാസമാണ് ചുരുങ്ങിയ കാലാവധി എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. 6 മാസത്തിനുള്ളിൽ ഉണ്ടാവില്ല. 6 മാസം കഴിഞ്ഞാൽ അതിന്റെ പരമാവധി എത്രയാണ്? പരമാവധി ഷാഫി ഇമാമിന്റെ കണക്കനുസരിച്ച് 4 വർഷമാണ് ഗർഭത്തിന്റെ പരമാവധി കാലാവധി. 4 വർഷം വരെ ഗർഭം നിലനിൽക്കും. അബൂ ഹനീഫയുടെ മദ്ഹബിൽ 2 വർഷമാണ്, 3 വർഷം എന്ന അഭിപ്രായമുണ്ട്, 7 വർഷം എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പൊ ഭർത്താവ് മരിച്ചു, ഈ ഒരു 6 മാസത്തിന് ശേഷം ഈ ഒരു കാലാവധിക്കുള്ളിലും ഭാര്യ പ്രസവിച്ചാൽ ആ കുട്ടി മരിച്ച ഭർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ഈ സ്ത്രീക്ക്, ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം? അവകാശം കിട്ടണം. അപ്പൊ ഇപ്പോൾ നിലവിളവ് ഗർഭിണിയാണ്, ഇപ്പൊ സ്വന്തം ചെയ്യണം. വീതം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. വീതം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി വീതം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെ മാറ്റി വെക്കുക? ആണാണോ പെണ്ണാണോ, 1 ആണോ 2 ആണോ 3 ആണോ എന്നൊന്നും അറിയില്ലല്ലോ. അതറിയില്ലാത്തതുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് വിതരണം ചെയ്യണം. അതായത് വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണെന്ന് സങ്കല്പിച്ചു നോക്കുക, പെണ്ണാണെന്ന് സങ്കല്പിച്ചു നോക്കുക, 1 ആണ് 2 ആണ് 3 ആണ് 4 ആണെന്ന് സങ്കല്പിച്ചു നോക്കുക. ഇങ്ങനെ എല്ലാം സങ്കല്പിച്ചു നോക്കിയാൽ ബാക്കിയുള്ളവർക്ക് എത്ര കിട്ടാം, ചുരുങ്ങിയത് എത്ര കിട്ടാം, ആ ചുരുങ്ങിയത് മാത്രം കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കുക. പ്രസവിച്ച് കഴിയുമ്പോൾ മനസ്സിലായല്ലോ, ആണാണോ പെണ്ണാണോ 1 ആണോ 2 ആണോ എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ ബാക്കി കൊടുക്കുക. അതാണ് എന്റെ രീതി എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെ എല്ലാ നിലയ്ക്കും പരിഗണിച്ചുകൊണ്ട് ആണാകാനും പെണ്ണാകാനുമുള്ള സാധ്യതയും ഒന്നിലധികമാകാനുള്ള സാധ്യതയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ ജീവിച്ചിരിക്കുന്ന അവകാശികൾക്ക് നിലവിൽ സ്വത്ത് കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി എപ്പോൾ കൊടുക്കണം? പ്രസവിച്ചതിന് ശേഷം, കാര്യം വ്യക്തമായതിനു ശേഷം, ആ കുട്ടിയുടെ ഓഹരി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ബാക്കി വരുന്നത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാണ് വേണ്ടത്. അതാണ് ഇസ്ലാമിക ശരീഅത്ത് ആ വിഷയത്തിൽ പറയുന്നത്.
അതോടൊപ്പം തന്നെ ചില സമയത്ത് അവകാശമുള്ളവർക്ക് തന്നെ അവകാശം കിട്ടാതെ വരും. അപകട മരണങ്ങൾ സംഭവിച്ച 2 പേര് ഒരേ സമയത്ത് ആക്സിഡന്റിൽ മരിച്ചു, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൽ 2 പേര് മരിച്ചു, വിമാന അപകടത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ മരിച്ചാൽ ആദ്യം മരിച്ചത് ആരാണെന്ന് അറിയില്ലെങ്കിൽ, അറിഞ്ഞാൽ കുഴപ്പമില്ല, അറിയില്ലെങ്കിൽ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശം എടുക്കൂല. ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട് 2 പേരും മരിച്ചു. ആദ്യം മരിച്ചത് ഭാര്യയാണോ ആദ്യം മരിച്ചത് ഭർത്താവാണോ എന്ന് അറിയില്ല. അറിയാമെങ്കിൽ കുഴപ്പമില്ല. ആദ്യം മരിച്ചത് ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ സ്വത്തിന് രണ്ടാമത് മരിച്ച ഭർത്താവിന് അവകാശം ഉണ്ടാവും. ഭർത്താവ് മരിച്ചു പോയി, അപ്പൊ അവകാശം ആർക്ക് കിട്ടും? ഇനി ആദ്യം മരിച്ച ഭർത്താവാണെങ്കിൽ ഭർത്താവിന് ശേഷമാണ് ഭാര്യ ആക്സിഡന്റിൽ മരിച്ചെങ്കിൽ ആദ്യം മരിച്ച ഭർത്താവിന്റെ സ്വത്തിന്റെ അവകാശം ഭാര്യയ്ക്ക് വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് മറ്റ് ഭാര്യ മരിക്കുന്നത്. അപ്പൊ ഭാര്യയുടെ സ്വത്ത്, ഭാര്യയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ഓഹരി മറ്റുള്ളവർക്ക് കിട്ടും. ഇത് അറിയില്ല. 2 പേരും മരിച്ചിട്ടുണ്ട്, ആരാദ്യം മരിച്ചു എന്ന് അറിയില്ല. ഈ രൂപത്തിൽ ഈ ഭാര്യയുടെ സ്വത്തിന് ഭർത്താവിന് അവകാശമില്ല, ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയ്ക്ക് അവകാശമില്ല. അവർക്കിടയിൽ തവാറുത്തില്ല, അനന്തരം എടുക്കുക എന്നുള്ളത് ഇല്ല. അതാണ് ആക്സിഡന്റിൽ മരിച്ചാൽ സംഭവിക്കാൻ പറ്റുന്നത്. ഇനി വേറൊരു വിഷയം, കാണാതായ ആൾക്കാർ. ഒരാൾ ഇവിടെ നിന്ന് നാട് വിട്ടു, ഈരാറ്റുപേട്ടിൽ നിന്ന് നാട് വിട്ടു പോയിട്ട് 20 കൊല്ലായി. എവിടെ ഉണ്ടെന്നറിയില്ല, ജീവിച്ചിരിക്കുന്നോ മരിച്ചൊന്നും അറിയില്ല. ഒരു സഹോദരൻ നാട് വിട്ടുപോയി, എന്നാൽ അയാൾക്ക് ഇങ്ങനെ സ്വത്ത് കൊടുക്കണം. അവിടെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ആരുടെയും സ്വത്ത് കിട്ടൂല. നാട്ടിലുള്ള ഒരാളുടെയും സ്വത്തിന് ഇയാൾ അവകാശി അല്ല. കാരണം അയാൾ എവിടെ ഉണ്ടെന്നറിയില്ല, ജീവിച്ചിരിക്കുന്നോ മരിക്കുന്നോ എന്നറിയില്ല. പക്ഷെ ഇയാളുടെ സ്വത്ത്, ഈ നാട് വിട്ടുപോയ ആളുടെ പേരിൽ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ട്, അയാളുടെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട്. ഈ സ്ഥലം എന്ത് ചെയ്യണം? ഈ സ്ഥലം ഇയാൾ നാട് വിട്ട് ഉടനെ ബാക്കിയുള്ളവർ വെട്ടിയെടുക്കാൻ പാടില്ല. പിന്നെ ആ വിഷയത്തിൽ അയാൾ മരിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ ആ സ്വത്ത് അവിടെ ഇട്ടേക്കണം, ആരും എടുക്കരുത്. നാട് വിട്ടുപോയ ആളുടെ പേരിൽ നാട്ടിൽ സ്വത്തുണ്ടെങ്കിൽ നാട് വിട്ട് ആള് മരിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ ആ സ്വത്ത് ആരും എടുക്കാൻ പാടില്ല. അതിന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തി അതവിടെ തന്നെ കിടക്കണം. അയാളുടെ മരണം ഉറപ്പായി കഴിഞ്ഞാൽ അയാൾ മരിക്കുന്ന സമയത്ത് ആർക്കെല്ലാം ഇതിൽ അവകാശമുണ്ടോ ആ അവകാശികൾക്ക് ഇതിന്റെ ഓഹരി അനുസരിച്ച് വീതിച്ചെടുക്കാം. ഇയാളുടെ മരണം ഉറപ്പാകുന്നതിന് എത്ര കാലം നോക്കിയിരിക്കണം? അബൂ ഹനീഫ പറയുന്നത് 120 കൊല്ലം നോക്കിയിരിക്കണം എന്നാണ്. ഉടനെയൊന്നും കിട്ടൂല. ഒരാൾ നാട് വിട്ടാൽ 120 കൊല്ലം കഴിഞ്ഞ്, കാരണം 120 വയസ്സ് ഒരാൾ ജീവിക്കാൻ വേണമെങ്കിൽ 120 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പോകുള്ള അയാളുടെ സ്വത്ത് വീതിക്കാത്തവർ അവിടെ കിടക്കണം. ഈ 120 കൊല്ലം കഴിയുമ്പോൾ ആരെല്ലാം അവകാശികളായി ജീവിച്ചിരിക്കുന്നുണ്ടോ അവർക്കെല്ലാം സ്വത്ത് വീതിച്ചെടുക്കാം. 110 വർഷം എന്ന് പറഞ്ഞവരുണ്ട്, 105, 90, 90-ൽ കുറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് ഹനഫി ഇതിൽ പറയുന്നത്. ഷാഫി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് അയാൾ മരിച്ചു എന്ന് കാളി വിധിക്കുന്നത് വരെ, നമുക്കയാൾ മരിച്ചുല്ലോ എന്നറിയില്ല, പക്ഷെ ജഡ്ജിക്ക് തീരുമാനിക്കാം. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ചില ആളുകളുടെ മയ്യത്ത് കിട്ടിയില്ല, ബോഡി കിട്ടിയില്ല. അപ്പൊ അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ബോഡി കിട്ടണം. പക്ഷെ ബോഡി കിട്ടിയില്ലെങ്കിലും സർക്കാരിന് എന്ത് ചെയ്യാം? ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ മരിച്ചവരായിട്ട് സർക്കാരിന് തീരുമാനിച്ച് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതുപോലെ ഇസ്ലാമിക രാജ്യത്ത് ഒരാൾ ഒളിച്ചോടി പോയാൽ ജഡ്ജിക്ക് ഒരു അധികാരമുണ്ട്, ഗവേഷണം ചെയ്തുകൊണ്ട്. ഉദാഹരണത്തിന് 60 വയസ്സുള്ള ഒരാളാണ് നാട് വിട്ടെന്ന് വിചാരിക്കുക. അപ്പൊ ജഡ്ജി ഗവേഷണം നടത്തും, ചോദിക്കും 60 വയസ്സിലായാലും നാട് വിടുന്ന രോഗം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. പറയുന്നത് ക്യാൻസർ രോഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ ജഡ്ജി ഡോക്ടർമാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് തീരുമാനം എടുക്കും. 60 വയസ്സുള്ള ഒരു ക്യാൻസർ രോഗി ചികിത്സ നടത്തിയാൽ എത്ര കാലം ജീവിച്ചിരിക്കാം? 20 വർഷം, 80 വർഷം. അപ്പൊ ജഡ്ജി വിധിക്കും 80 വർഷമായി കഴിഞ്ഞാൽ, അല്ല നാട് വിട്ടിട്ട് 80 വർഷമായിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ആ സ്വത്ത് വീതിച്ചെടുക്കാമെന്ന് ജഡ്ജി വിധിച്ചാൽ ആ സമയത്ത് ഈ സ്വത്തിന്റെ അവകാശികളായി ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ അവർക്ക് ആ സ്വത്ത് വീതിച്ചെടുക്കാം. ഇതാണ് ഷാഫി ഇമാമിന്റെ അഭിപ്രായം. ഏതായിരുന്നാലും അയാൾ മരിച്ചു എന്ന് തെളിയുന്നത് വരെ, ജഡ്ജി തീരുമാനിക്കുന്നത് വരെ അയാളുടെ സ്വത്ത് കയ്യേറാൻ പാടില്ല. അത് അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കണം. അതാണ് ആ വിഷയത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ ഈ സ്വത്ത് വിതരണത്തെ കുറിച്ച് ഇങ്ങനെ ആരോപണം പറയുമ്പോൾ, സ്ത്രീകൾക്ക് പകുതിയെ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര സൂക്ഷ്മതയാണ് ഈ വിഷയത്തിൽ ഇസ്ലാം കാണിച്ചത്. ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് കൊടുക്കുന്നു, നാട് വിട്ടവന്റെ സ്വത്ത് വിതരണം ചെയ്യുന്നിടത്ത് ഇത്രയും സൂക്ഷ്മത ഇസ്ലാം പുലർത്തുന്നു. ഇസ്ലാമിനൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. പിന്നെ അബദ്ധം സംഭവിച്ചാർക്കാണ്? നിങ്ങൾക്കാണ്. മനസ്സിലാക്കി നിങ്ങൾക്ക് ചില അബദ്ധം സംഭവിച്ചു. എന്താണ് അബദ്ധം? സ്ത്രീകൾക്ക് സ്വത്തവകാശം
സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. ഇദ്ദേഹം മരിച്ച ഉടനെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഈ സാബിത്ത് ബിൻ ഖൈസിന്റെ സ്വമ്പത്ത് മുഴുവനെടുത്തു. ഒന്നും ഈ പെൺമക്കൾക്ക് കൊടുത്തില്ല, ഭാര്യയ്ക്ക് കൊടുത്തില്ല. ഹദീസിൽ കാണാം, ജാഅത്ത് ഇംറഅത്തു സാബിത്ത് ബിൻ ഖൈസ്, സാബിത്ത് ബിൻ ഖൈസിന്റെ ഭാര്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങക്കറിയാമല്ലോ എൻ്റെ ഭർത്താവ് സാബിത്ത് അങ്ങയോടൊപ്പം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിയ ആളാണ്. ഉഹദിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും സഹോദരൻ കൈയടക്കി. ഹാത്താൻ ഇബനത്ത സാബിത്തിന്, ഈ നിൽക്കുന്ന 2 പെൺകുട്ടികളുണ്ടല്ലോ, സാബിത്തിന്റെ പെൺമക്കളാണ്. എന്നിൽ നിന്നുള്ള ഒരു സമ്പത്തും ബാക്കിയാക്കിയിട്ടില്ല. ഞാൻ എങ്ങനെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചുള്ളൂ സമ്പത്തില്ലാതെ? അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെ നീ ക്ഷമിക്കും, അല്ലാഹു തീരുമാനം ഉണ്ടാക്കും, അല്ലാഹു തീരുമാനം ഉണ്ടാക്കും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി ഇറങ്ങി. ചരിത്രത്തിൽ ആദ്യമായി ഒരു പെണ്ണിന് അവകാശം കൊടുക്കാൻ പോവാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പെണ്ണിന് ഒരു മതം അവകാശം കൊടുക്കാൻ പോവാണ്. ജിബ്രീൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദിക്രി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. അല്ലാഹു നിങ്ങളോട് ഉപദേശം നൽകുന്നു നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ. ലിദ്ദിക്രി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, 2 പെണ്ണിന് കിട്ടുന്ന ഓഹരി ഒരാണിന് കൊടുക്കണം. ആണിന്റെ പകുതി പെണ്ണെന്ന് ഖുർആനിലൊരിടത്തില്ല കേട്ടോ. ഖുർആൻ ഇത്രേ പറഞ്ഞുള്ളൂ, 2 പെണ്ണിന് കിട്ടുന്നത് ഒരാണിന് കൊടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. തത്വത്തിൽ അത് ശരിയാണ്, ആണിന്റെ പകുതിയാണ്. പക്ഷെ ഖുർആൻ പകുതി എന്ന് പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ 2 പെണ്ണിന് കിട്ടുന്ന ഓഹരി ആണിന് കിട്ടും. അപ്പൊ 2 ഒരു സഹോദരനും ഒരു സഹോദരി ഉണ്ടെങ്കിൽ സ്വത്തിനെ മാക്കണം. 2 ഓഹരി സഹോദരനും 1 ഓഹരി സഹോദരിക്കും കൊടുക്കണം. ഈ നിയമം പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയാണ്. ഇനി നമുക്ക് നോക്കാം, ഇസ്ലാം സ്ത്രീകൾക്ക് പകുതി സ്വത്തേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ അവസ്ഥ എന്താ? 1848 ന്യൂയോർക്കിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു പെണ്ണിന് സ്വത്ത് സമ്പാദിക്കാമെന്ന നിയമം കൊണ്ടുവരുന്നത് 1848. സ്വത്തവകാശമല്ല, അനന്തരാവകാശമല്ല, പെണ്ണിന്റെ പേരിൽ ഒരു സ്വത്ത് പെണ്ണിന് സമ്പാദിക്കാമെന്ന നിയമം ന്യൂയോർക്കിൽ കൊണ്ടുവരുന്നത് 1848. ഇവരാണ് 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ പെണ്ണിന് അവകാശം കൊടുത്ത നമ്മൾ പകുതിയോ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കാൻ നിൽക്കണം. ഇനി എന്തുകൊണ്ട് പെണ്ണിന് പകുതി കൊടുത്തു അതൊന്നും അറിയില്ല. ഒരു പുരുഷന് ഒരു പെണ്ണിന്റെ കയ്യിൽ അനന്തര സ്വത്തായി കിട്ടുന്ന സമ്പത്തിന് ഒരു ചെലവ് നിങ്ങൾ പറഞ്ഞാൽ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, പെണ്ണിന് പകുതിയോ കൊടുത്തോളൂ എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഈ പെണ്ണിന് കിട്ടുന്ന പകുതി ഉണ്ടല്ലോ, ഈ പകുതിയിൽ ഈ പെണ്ണിന് എന്തെങ്കിലും ഒരു ചെലവുണ്ടെന്നൊന്ന് കാണിച്ചാൽ. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഒരു നയാ പൈസയുടെ ചെലവ് ഈ കിട്ടിയ പകുതി സ്വത്തിൽ ഈ പെണ്ണിനില്ല. പിന്നെ അവൾക്ക് എന്തിനാ സ്വത്തിൽ പകുതി? അതിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പുരുഷനും അവന് ഇരട്ടി കിട്ടിയാലും മതിയാകാത്ത ചെലവാണ് ഇവന്റെ മേലുള്ളത്, ബാധ്യതയായിട്ടുള്ളത്. നമുക്ക് വിശദമായിട്ടത് മനസ്സിലാക്കാം. ഇപ്പോ ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ ഏത് കാലത്തും ആളുണ്ടാവും, ഒരാളുണ്ടാവും. ആദ്യം ഒരു പെണ്ണിന്റെ പദവി മകളാണല്ലോ. മകളായിട്ടാണ് ഒരു പെണ്ണ് ജനിച്ചു വെച്ചത്. ആര് സംരക്ഷിക്കണം? വാപ്പ സംരക്ഷിക്കണം. ഇനി കുറച്ച് കല്യാണം കഴിച്ചു, ആര് സംരക്ഷിക്കണം? ഭർത്താവ് സംരക്ഷിക്കണം. ഭർത്താവ് മരിച്ചു, ആര് സംരക്ഷിക്കണം? ഭർത്താവ് മരിച്ച പെണ്ണിനെ ആര് സംരക്ഷിക്കണം? മക്കൾ സംരക്ഷിക്കണം. ആൺമക്കൾ സംരക്ഷിക്കണം. ആൺമക്കളും ഇല്ല, ആര് സംരക്ഷിക്കണം? ആങ്ങളമാരുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കണം. അവരുമില്ലെങ്കിൽ ആര് സംരക്ഷിക്കണം? ബൈത്തുൽ മാൽ സംരക്ഷിക്കണം. പൊതുഖജനാവ് സംരക്ഷിക്കണം. ബൈത്തുൽ മാൽ ഇല്ലെങ്കിൽ ഈ നാട്ടിലെ ധനാഢ്യന്മാരെ സംരക്ഷിക്കണം. നിർബന്ധം. വാപ്പയ്ക്ക് ഇതുപോലെ മകളെ സംരക്ഷിക്കൽ നിർബന്ധമാണോ, അതുപോലെ വാപ്പയില്ലാത്ത, മകളില്ലാത്ത, ഭർത്താവില്ലാത്ത ആളുകളെ സംരക്ഷിക്കൽ ബൈത്തുൽ മാലിന് നിർബന്ധമാണ്. ബൈത്തുൽ മാൽ ഇല്ലാത്ത നമ്മുടേതുപോലുള്ള നാട്ടിൽ, ഈ നാട്ടിലെ പണക്കാരുടെ നിർബന്ധ ബാധ്യതയാണ്. ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കുളച്ചു പിടിച്ചു നിർത്തും. സക്കാത്ത് കൊടുക്കാത്തൊരു കുറ്റക്കാരെ പോലെ കുറ്റക്കാരായി മാറും. ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഇസ്ലാമിക ശരീഅത്തിൽ ഇല്ല. പെണ്ണിന്റെ സംരക്ഷണം ഇസ്ലാം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട്, ആരുടെയെങ്കിലും കയ്യിലില്ല. പിന്നെ എന്തിനാ പെണ്ണിന് സ്വത്ത്? ഇപ്പോ വാപ്പ മരിച്ചാൽ മകൾക്ക് എത്ര കിട്ടും? വാപ്പ മരിച്ച വാപ്പയുടെ സ്വത്തിൽ മകളുടെ അവകാശം എത്രയാണ്? ഒന്നിരിക്കൽ പകുതി, അല്ലെങ്കിൽ 2/3. ഒരു പെണ്ണുള്ളെങ്കിൽ പകുതി കിട്ടും. 2 പെൺമക്കളുണ്ടെങ്കിൽ
വാപ്പയുടെ സ്വത്തിന്റെ 2/3 കിട്ടും. വേറെ ആരും ഇല്ലെങ്കിൽ, ആൺമക്കളില്ലെങ്കിൽ മകൾക്ക് എത്ര കിട്ടുക? ഒരാൾ മരിച്ചു അയാൾക്ക് ആൺമക്കളില്ല, പെൺമക്കളും ഒരു പെണ്ണേ ഉള്ളൂ. എത്ര കിട്ടും? സ്വത്തിന്റെ വാപ്പയുടെ സ്വത്തിന്റെ പകുതി കിട്ടും. പകുതി മകൾക്കാണ്, ഒരു മകൾക്കാണ്. 2 മകളോ 2-ലധികം മകളോ ഉണ്ടെങ്കിൽ വാപ്പയുടെ സ്വത്തിന്റെ 2/3 ഈ 2-2-ലധികമുള്ള പെൺമക്കൾ കിട്ടും. ഈ പെൺമക്കൾ സ്വത്ത് വാങ്ങി കൈ പിടിച്ചിട്ട് സംരക്ഷിക്കുന്ന ആരാണ്? വാപ്പ മരിച്ച പിന്നെ ആരാ സംരക്ഷിക്കുന്നത്? ഭർത്താവുണ്ട്. വിവാഹിതയായ വീട്ടിൽ നമ്മൾ കൊടുക്കൂല എന്നുള്ളത് വേറെ കാര്യം. നമ്മൾ പെങ്ങളെ കെട്ടിച്ചുവിട്ടപ്പോ എന്തോ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൂല. അത് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഖിലാഫത്തില്ലാത്തോണ്ട് രക്ഷപ്പെട്ടോടത് പടച്ചോ പിടിച്ചു നിർത്തും. ഞാൻ പറയുന്നത്, വാപ്പ മരിച്ചാൽ വാപ്പയുടെ സ്വത്തിന്റെ പകുതി മേടിച്ച ഈ പെണ്ണ് ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഇവിടെ ആര് സംരക്ഷിക്കുകയാണ്? ഭർത്താവ് സംരക്ഷിക്കുകയാണ്. ഭർത്താവ് ചെലവിന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വീട് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എല്ലാം ഭർത്താവ് കൊടുക്കണം. ഇവർക്ക് കിട്ടിയ പകുതിയോ വെറുതെ വെച്ചേക്കാം, ഒന്നും ചെലവാക്കണ്ട. ഇനി ഭർത്താവ് മരിച്ചു, എത്ര കിട്ടും ഭാര്യയ്ക്ക്? ഭർത്താവിന്റെ സ്വത്തിന്റെ 4/1 അല്ലെങ്കിൽ 8/1. മക്കളില്ലെങ്കിൽ 4/1, മക്കളുണ്ടെങ്കിൽ 8/1. ഇതാണ് ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ അവകാശങ്ങൾ പഠിച്ചു പോയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കാര്യങ്ങൾ. അപ്പോ ഈ പെണ്ണിന് നാളത്തെ വാപ്പാടെന്ന് കിട്ടിയ അത്ര ഇരിപ്പുണ്ട് കയ്യില്? 2/1 ഇരിപ്പുണ്ട്. വാപ്പ ഒരു കോടി മുതൽ വാപ്പയ്ക്കുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ ഈ പെണ്ണിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു പൈസ ചെലവാക്കേണ്ടി വന്നിട്ടില്ല, എല്ലാം ഭർത്താവ് ചെലവാക്കി. ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ സ്വത്തിന്റെ എത്ര കിട്ടും? മക്കളില്ലെങ്കിൽ 4/1, മക്കളുണ്ടെങ്കിൽ 8/1 കിട്ടും. 1 കോടി ഭർത്താവിന് സ്വത്തുണ്ടായിരുന്നു വിചാരിക്കുക. 4/1 എന്ന് പറഞ്ഞാൽ 25 ലക്ഷമാണ്. 8/1 പറഞ്ഞാൽ എത്ര കണക്കൂട്ട് നോക്കുക. അപ്പൊ നേരത്തെ കിട്ടിയ 50 ലക്ഷം ഇരിപ്പുണ്ട്. ഇതിന്റെ ഇപ്പൊ എത്ര കിട്ടി? 25 ലക്ഷം കിട്ടി. എത്രയായി? 75 ലക്ഷം. നല്ല ചെലവുണ്ടോ? ആരാ ചെലവ് നടത്തുന്നത്? ഇനി ആരാ ചെലവ് നടത്തേണ്ടത്? മകൻ ചെലവ് നടത്തണം. നീ മകൻ മരിച്ചാലോ? മകൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവളുടെ മുഴുവൻ ചെലവ് മകൻ നടത്തി. വാപ്പ ഉള്ളപ്പോ വാപ്പ നടത്തി, ഭർത്താവുള്ളപ്പോ ഭർത്താവ് നടത്തി, മകനുള്ളപ്പോ മകൻ നടത്തി. മകൻ മരിച്ചാലോ മകന്റെ സ്വത്തിന്റെ 6/1 കിട്ടും, അല്ലെങ്കിൽ 3/1 കിട്ടും. ഇതും മേടിച്ച് ഇവിടെ എന്ത് ചെയ്യാം? കയ്യിൽ വയ്ക്കുക. ഇനി ഇവിടെ ആര് നോക്കണം? ബൈത്തുൽ നോക്കണം. നിന്റെ കയ്യിൽ കാശുണ്ടെന്ന് ബൈത്തുൽ മാലിന് പറയാൻ പറ്റില്ല. ബൈത്തുൽ മാൽ പറയണം, നിന്റെ അടുത്ത് കോടികളുണ്ടല്ലോ, വാപ്പാടത്ത് കിട്ടിയില്ലേ, ഭർത്താവിന്റെ അടുത്ത് കിട്ടിയില്ലേ, മാലിന്റെ അടുത്ത് കിട്ടിയത് ബൈത്തുൽ മാൽ പറയാൻ പറ്റില്ല. അത് അവളുടെ കയ്യിൽ ഇരുന്നോട്ടെ, അത് വെറുതെ ഇരുന്നോട്ടെ. ബൈത്തുൽ മാൽ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ ഈ നാട്ടിലെ പണക്കാര് സംരക്ഷിക്കണം. എന്തിനാണ് ഈ പെണ്ണിന്റെ പൈസ വെറുതെ കയ്യിൽ വെച്ചേക്കുന്നത്? എന്നിട്ടാണ് പറയണത് ഇസ്ലാം പെണ്ണിന്റെ പകുതി കൊടുത്തോളൂ. ഈ പകുതിക്ക് ഒരു നയാ പൈസയുടെ ചെലവ് അവൾക്കില്ല. ഇനി പെണ്ണിന് തലാക്കില്ലെന്ന് വിചാരിക്കാം. തലാക്ക് ചെല്ലുന്നവരെ ഭർത്താവ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം കൊടുക്കും. തലാക്ക് ചെല്ലിയ പെണ്ണിന് ഇദ്ദാ കാലാവധി കഴിയുന്നത് വരെ ഭർത്താവ് എന്ന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം. ഇദ്ദ കഴിയുന്നവരെ 3 മാസമാണ് ഏകദേശം ഇദ്ദ. ഈ 3 മാസം ഈ പെണ്ണിന് വീട് കൊടുത്തിരിക്കണം, ഭക്ഷണം കൊടുത്തിരിക്കണം, വസ്ത്രം കൊടുത്തിരിക്കണം. ആര്? തലാക്ക് ചെല്ലിയ ഭർത്താവ് കൊടുക്കണം. എന്നാൽ അവളുടെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റുമോ? അവളുടെ നേരെ നോക്കാൻ പറ്റൂല. എല്ലാം ഇവൻ കൊടുക്കുകയും വേണം. അവളുടെ ചെലവ്, ഇവന്റെ ചെലവിൽ അവൾ ജീവിക്കുന്നു. അവളുടെ അടുത്തേക്ക് അടുക്കാനും പറ്റൂല. അപ്പൊ ഈ പെണ്ണൊരിക്കലും അനാഥമാകുന്നൊരു പ്രശ്നം പരിശുദ്ധ ഇസ്ലാമിലില്ല, ശരീഅത്തിലില്ല. ശരീഅത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ വരികയില്ല. ഒരു സഹാബി വിശ്വാസത്തിൽ വന്നിട്ട് പറഞ്ഞു, നബി എനിക്കൊരു സദഖ ചെയ്യാൻ ഉദ്ദേശമുണ്ട്, ഞാനത് സദഖ ചെയ്യാൻ പോകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഒരു മകള് തലാക്ക് ചൊല്ലിയിരിക്കില്ലേ എന്ന് ചോദിച്ചു. നിന്റെ ഒരു മകള് വിധവയല്ലേ എന്ന് ചോദിച്ചു. അതെ, എൻ്റെ ഒരു മകള് വിധവയാണ്, ഭർത്താവ് ഉപേക്ഷിച്ചൊരു മകളുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നീ സദഖയൊന്നും ചെയ്യണ്ട. നിന്റെ മകൾ നിന്റെ അടുക്കലേക്ക് ഒന്നുമില്ലാത്തവളായി തിരിച്ചു വരുന്നൊരു നാളുണ്ടായാൽ അന്ന് അവൾക്ക് കൊടുക്കലാണെങ്കിൽ അന്യർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ അവളെ വച്ചോളം പറഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? സദഖ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നൊരു സഹാബിയോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, നിന്റെ ഒരു മകള് വിവാഹമോചിതയായിട്ടില്ലേ, വിധവയില്ലേ, നീ ഇപ്പൊ ആർക്കും കൊടുക്കണ്ട, നിന്റെ കയ്യിൽ വെച്ചേക്ക്. നിന്റെ മകൾ വിവാഹമോചിതയായ നിന്റെ മകൾ ഒന്നുമില്ലാതെ വരുന്നൊരു ഘട്ടത്തിൽ അവൾക്ക് കൊടുക്കലാണ് അന്യർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞ് ആ സഹാബിയെ നിരുത്സാഹപ്പെടുത്തി റസൂലുള്ളാഹി ഇസ്ലാം അടക്കി വിടുന്നുണ്ട്. അപ്പോൾ വൈദവ്യം ഒരു പെണ്ണിനും ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രശ്നമാകുന്ന കാര്യമേ ഇല്ല. ഇനി ഈ പെണ്ണിന്റെ മരിച്ചു കഴിഞ്ഞാൽ കഫ്തുണി ആരടിക്കേണ്ടത്? ഒരു ഭാര്യ മരിച്ചു, ഭാര്യ കോടീശ്വരിയായി. ഇവളുടെ കഫത്തുണി കബറ് കാത്താനുള്ള ചെലവ് ആര് വഹിക്കണം?
അവളുടെ പൈസ എടുക്കണ്ട, ഭർത്താവിന്റെ പൈസ എടുക്കണം. കബറിൽ ഇറക്കി വയ്ക്കുന്നത് വരെ ചെലവ് ആര് വഹിക്കണം? ഭർത്താവ് വഹിക്കണം. അവളുടെ പിതൃസക്കാത്ത് ആരും കൊടുക്കണം? ഭാര്യയുടെ പിതൃസക്കാത്ത് കൊടുക്കേണ്ടി ആരാണ്? ഭർത്താവാണ് കൊടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവിന്റെ അടുത്ത് പൈസ ഇല്ല, അയാൾ പാവപ്പെട്ടവനാണ്, ഭാര്യ കോടീശ്വരിയാണ്. ഇവിടുന്ന് ഒരാൾ സൗദി ചെന്ന് അവിടുത്തെ ഷെയ്ഖിന്റെ മോളെ കെട്ടിയെന്ന് വിചാരിക്കുക, ഇവന്റെ കയ്യിലൊന്നുമില്ല, അവള് കോടീശ്വരിയാണ്. പിതൃസക്കാത്ത് ആരും കൊടുക്കണം? നിങ്ങളൊന്ന് പറഞ്ഞേ, ആരും കൊടുക്കണം? ഭർത്താവിന്റെ അടുത്ത് കൊടുക്കാനില്ല, ഇവള് കൊടുക്കണോ? ഇവളും കൊടുക്കണ്ട. കോടിക്കണക്കിന് രൂപ പെണ്ണിനുണ്ടെങ്കിൽ അവളോട് പിതൃസക്കാത്ത് കൊടുക്കാൻ ഇസ്ലാം പറയില്ല. കാരണം എന്താണെന്നറിയോ? പിതൃസക്കാത്ത് കൊടുക്കേണ്ട അവളുടെ ബാധ്യതയല്ല, അവൾക്ക് വേണ്ടി കൊടുക്കേണ്ട ബാധ്യത അവളുടെ ഭർത്താവിൻ്റെതാണ്. ഭർത്താവിന്റെ അടുത്ത് ഇല്ലേ, അവനും കൊടുക്കണ്ട, അവളും കൊടുക്കണ്ട. ആ പിതൃസക്കാത്തിന്റെ ബാധ്യത പോലും ഇസ്ലാമിക ശരീരത്തിൽ ഒഴിവാക്കി കൊടുക്കുക. കാരണം എന്താ? പെണ്ണ് ചെലവഴിക്കണ്ട, പെണ്ണൊന്നും ചെലവഴിക്കണ്ട, പെണ്ണിന്റെ പൈസ പെണ്ണിന്റെ അടുത്ത്. പിതൃസക്കാത്തായിട്ട് പോലും ആ പെണ്ണ് 2.5 കിലോ അരി കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ കിട്ടിയ ലക്ഷങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് അവളോട് പറയാൻ 2.5 കിലോ അരി കൊടുക്കണ്ട, ഭർത്താവ് കൊടുക്കണം, നിങ്ങൾക്ക് പിതൃസക്കാത്തില്ല. കോടിക്കണക്കിന് രൂപയുള്ള പെണ്ണിനോടാ പറയുന്നത് നിനക്ക് പിതൃസക്കാത്തില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഇങ്ങനെ പെണ്ണിനോട് നീതി കാണിച്ച മതത്തെ കുറിച്ചാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. പെണ്ണിന് പകുതിയെ കൊടുത്തുള്ളൂ, പകുതിയെ കൊടുത്തുള്ളൂ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാം, നമ്മൾ കല്യാണം കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? ആണുങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും കിട്ടും? ഇവിടെ കിട്ടേണ്ടത് ഹറാമാണ്. അല്ലെങ്കിൽ കിട്ടാൻ വകുപ്പ് ശറയിലുണ്ടോ? ഒന്നുമില്ല. 1 രൂപ കല്യാണം കഴിച്ച വകയിൽ നമുക്ക് കിട്ടില്ല. പെണ്ണിനോ? പെണ്ണിന് കിട്ടുന്നത് മഹർ കിട്ടും. ഈ അനന്തര സ്വത്ത് കിട്ടിയത് കൂടാതെ പെണ്ണിന് എന്തും കിട്ടും? മഹറും കിട്ടും. ഈ മഹർ അവിടെ ചെലവഴിക്കണം. മഹറും സൂക്ഷിച്ചു വെക്കാം. ചെലവ് കിട്ടും, ഭക്ഷണം കിട്ടും, വസ്ത്രം കിട്ടും, പാർപ്പിടം കിട്ടും, മരിച്ച കഫന്നുടി വരെ കിട്ടും, കബറകത്തുള്ള പൈസയും കിട്ടും, കിട്ടിയ മഹറും കിട്ടും, എല്ലാം കിട്ടി. ഇതൊക്കെ ഇവിടെ എന്ത് ചെയ്താൽ മതി? സൂക്ഷിച്ചു. ആ പൈസയുടെ ചെലവ് ഈ പെണ്ണിനില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. എന്നിട്ട് ഇനി ആണിന് കിട്ടിയ ഇരട്ടിയിട്ട്, ആണിനെ ഇരട്ടിയിട്ട് എന്നുള്ള പരാതി. ഈ ഇരട്ടി എന്ത് ചെയ്യണം? അവന്റെ കാര്യം നോക്കണം. അവന് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഭാര്യയുടെ കാര്യം നോക്കണം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യ ചികിത്സ, മക്കളുടെ കാര്യം നോക്കണം. തീർന്നോ? സഹോദരങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് സാമ്പത്തികമില്ലെങ്കിൽ അവരുടെ കാര്യം ഞാൻ നോക്കണം. അവരുടെ കാര്യം ഞാൻ നോക്കണം. എനിക്ക് കിട്ടിയത് ഇരട്ടി എന്നാ പറഞ്ഞത്. ഈ ഇരട്ടി കൊണ്ട് ഞാൻ ആരുടെയൊക്കെ കാര്യം നോക്കണം? എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ മാതാപിതാക്കളുടെ വല്ല ഭക്ഷണ, വസ്ത്ര, പാർപ്പിട, ചികിത്സ. ഞാൻ ചോദിക്കട്ടെ, മക്കളെ പഠിപ്പിക്കേണ്ട ആരുടെ ചുമതല? എനിക്കും എൻ്റെ ഭാര്യയുടെ കൂടി അവൾ എൻ്റെ മക്കൾ. ആ മക്കൾക്ക് ചെലവിന് കൊടുക്കൽ എൻ്റെ ബാധ്യത, വിദ്യാഭ്യാസത്തിന്റെ ബാധ്യത എന്റേത്. ഈ ഭാര്യയ്ക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും 1 മാസം പോലും സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ അവർക്ക് ബാധ്യതയില്ല. മക്കളുടെ ഫീസ് 1 മാസം പോലും അടയ്ക്കാൻ സ്വന്തം ഭാര്യയോട് പറയാൻ അവകാശം ആർക്കില്ല? ഭാര്യയ്ക്കില്ല. 1 മാസത്തെ ഫീസ് പോലും അവളുടെ കോടികൾ ഇങ്ങനെ കിടന്നാൽ മതി. മക്കളുടെ ഫീസ് അടയ്ക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഇതാണ് പെണ്ണിന്റെ കാര്യം. ഇതാണ് പെണ്ണിന്റെ അവസ്ഥ. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് നിർബന്ധമില്ല. ഇനി ഞാൻ വേറെ കാര്യം പറയാം. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, മാതാപിതാക്കൾക്ക് മക്കളെ സംരക്ഷിക്കാൻ എത്ര വയസ്സ് വരെയാണ് ഉത്തരവാദിത്വമുള്ളത്? 15 വയസ്സ് വരെ. പ്രായപൂർത്തിയാകുന്നത് വരെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളൂ? മാതാപിതാക്കൾ. 15 വയസ്സായി, മകന് 15 വയസ്സായി, അതിന് ബുലൂഗായി, റഷീദാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്വത എത്തി. ഇനി അവന് ഭക്ഷണം കൊടുക്കണ്ട, വസ്ത്രം കൊടുക്കണ്ട, പഠിക്കാൻ സഹായം ചെയ്യേണ്ട, വീട് വെച്ച് കൊടുക്കണ്ട, ഒന്നും കൊടുക്കാൻ ഒരു വാപ്പയ്ക്കും ബാധ്യതയില്ല. 15 വയസ്സ് വരെ മക്കൾക്ക് കൊടുക്കാനേ ആർക്ക് ബാധ്യതയുള്ളൂ? മാതാപിതാക്കൾക്ക്, പിതാവിന് ബാധ്യതയുള്ളൂ. തിരിച്ച് മക്കൾ മാതാപിതാക്കൾക്ക് ഏത് പ്രായം വരെ കൊടുക്കണം എന്ന് പറഞ്ഞു? മക്കൾക്ക് പിതാവ് ഏതൊരു കൊടുത്താൽ മതി? 15 വയസ്സ് വരെ. തിരിച്ചോ? മക്കൾ മാതാപിതാക്കൾക്ക് ഏത് പ്രായം വരെയാണ് ചെലവിന് കൊടുക്കേണ്ടത്? മരണം വരെ. മരിച്ചാൽ തീർന്നു. മരണം വരെ നിങ്ങൾ പറഞ്ഞല്ലോ. മരണം വരെ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, ചികിത്സ എല്ലാം കൊടുക്കണം. മരിച്ചാൽ തീർന്നോ? മരിച്ചാലും തീരില്ല. മരിച്ചാലും മാതാപിതാക്കൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. ഒരു സഹാബി വന്ന് റസൂലിനോട് ചോദിച്ചു, നബിയെ, ഷഹീദ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, എൻ്റെ ഉമ്മ മരിച്ചു. ഇനി ഉമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കടമയുണ്ടെന്ന് ചോദിച്ചു. ഉമ്മയ്ക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, ഒരു കിണർ കുഴിക്കണം. എന്നിട്ട് ആ കിണറിലെ വെള്ളം ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കണം, ഹദിയ ചെയ്യണം, വഖഫ് ചെയ്യണം. അതിന്റെ പ്രതിഫലം ഉമ്മയ്ക്ക് കിട്ടണം. മരിച്ചിട്ടും ഉമ്മയോടുള്ള കടമ പറയാൻ റസൂൽ. ചെലവ് തീർന്നിട്ടില്ല.
മരിച്ചാൽ പോലും അവർക്ക് വേണ്ടി നമസ്കരിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അവർക്ക് വേണ്ടി സദഖ ചെയ്യണം. അപ്പൊ മരിച്ചാലും തീരാത്ത ബാധ്യതയാണ് മക്കൾക്ക് മാതാപിതാക്കളോട്. മാതാപിതാക്കൾക്ക് മക്കളോടോ 15 വയസ്സോട് തീരുന്ന ബാധ്യത മാത്രമേ. ആൺമക്കളുടെ കാര്യം പറഞ്ഞു, പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് ഈ രീതിയിൽ കൊടുക്കുക എന്നുള്ള ബാധ്യത പോലും അവർക്ക് പ്രത്യേകമായിട്ട് വരുന്നില്ല. ഇനി വേറൊരു കാര്യം പറയാം. ഈ ഭൂമിയിൽ ഒരാളുടെ സമ്പത്ത് കട്ടെടുക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ, കളവ് ഹറാമാണല്ലോ, മോഷണം ഹറാമാണ്, മോഷ്ടിച്ചാൽ കൈവെട്ടമാണ്. ഈ ഭൂമി ലോകത്ത് ഒരാളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ അള്ളാഹുടെ മതം അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുവാദം കൊടുക്കുന്നത് പെണ്ണിന് മാത്രമാണ്. ഏത് പെണ്ണിനെന്നറിയാം? ഭാര്യയ്ക്ക്. ഭാര്യമാർക്ക് മാത്രമാണ് മോഷ്ടിക്കാൻ അനുവാദമുള്ളത്. ആരുടെ സ്വത്തിൽ? ഭർത്താവ്. ഇതൊക്കെ കിട്ടിയിട്ടും അവർക്ക് മോഷ്ടിക്കാനും അനുവദിക്കും. അബൂ സുഫിയാന്റെ ഭാര്യ വന്ന് റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അബാ സുഫിയാന റജുലുൻ ശഹീഹ്. എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ വലിയ പണക്കാരനാണ്, പക്ഷെ റജുലുൻ ശഹീഹ്, ലുബ്ധനാണ്, കൈയഴിച്ച് ചെലവഴിക്കൂല. ലൈസ യുഅ്തീനി വ വലദീ മാ യക്ഫീനി. എനിക്ക് എന്റെ മക്കൾക്കും ആവശ്യത്തിന് തരുന്നില്ല, ഒരു പിശുക്കനാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ ചോദിച്ചു, എങ്ങനെ കഴിയണത്? ഇല്ലാമ അഹദത്തു വഹുവലായ വലദ്. അയാൾ അറിയാതെ ഞാനിങ്ങനെ എടുക്കലുണ്ട്, അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. അത് പറ്റുമോ അറിയാനാന്ന് ചോദിച്ചത്. അതൊന്ന് അനുവദനീയമാക്കി കിട്ടണം, അതിനാണ് ഇപ്പൊ അങ്ങയോട് ചോദിച്ചു എന്ന് പറഞ്ഞു. റസൂൽ എന്ത് പറഞ്ഞതറിയോ? മോഷണം ഹറാമാന്ന് പഠിപ്പിച്ച റസൂലുള്ള അബൂ സുഫിയാന്റെ ഭാര്യയോട് പറഞ്ഞത്, പോക്കറ്റ് കീറരുത്, ആവശ്യത്തിന് എടുത്തോന്നാ പറഞ്ഞത്. ആവശ്യത്തിന് ഇനി എടുത്തോ, അയാൾ അറിയണമെന്നൊന്നുമില്ല, പോക്കറ്റ് കീറാതെ നോക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നോക്കരുത് എന്നേ പറഞ്ഞു. ഈ ഭൂമി ലോകത്ത് മോഷ്ടിക്കാൻ പോലും അനുമതി കിട്ടിയത് ഒരു ആണിനല്ല, ഒരു പെണ്ണിനാണ്. ഈ പെണ്ണിനാണ് പകുതി സ്വത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെതിരെ കൊഞ്ഞനെ കുത്തുന്നത്. നിങ്ങൾ പറയും പെണ്ണിന് എന്ത് ചെലവ്. ഇനി മറ്റൊരു വിഷയം ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇസ്ലാമിക ശരീരത്തിന് ഒപ്പം നിൽക്കാനും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫറത്തും മർഹമത്തും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്തഗ്ഫിറു ലക വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ